ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂയിലേക്ക് സ്വാഗതം. പിന്നെ ബിഗ് ബോസും മോഹൻലാലും ചേർന്ന് വാണി കൊടുത്തിട്ടും മേക്കപ്പ് ഇടുന്നൊന്നും ആരോട് നിർത്തിയിട്ടില്ല. എല്ലാവരും അല്ലാട്ടുള്ളൂ. ജിസേൽ, പ്രത്യേകിച്ച് ജിസേൽ നന്നായിട്ട് ലിപ്സ്റ്റിക്കൊക്കെ അടിച്ചിട്ട് വന്നത് അനുമോള് പറയുന്നുണ്ടായിരുന്നു ജിസേലോട്, ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും ചെയ്യുന്നുണ്ടല്ലോ, എല്ലാവരും വാണി കൊടുത്തിട്ടും എന്തുകൊണ്ടാണ് പറഞ്ഞാൽ കേൾക്കാത്തത് എന്നും പറഞ്ഞിട്ട് അനുമോള് ടിഷ്യൂ എടുത്ത് ജിസേലിന്റെ ലിപ്പില് പ്രസ് ചെയ്തു. അത് തീരെ ഇഷ്ടപ്പെട്ടില്ല ജിസേലിന്. ജിസേൽ പിടിച്ച് അനുമോളെ പിടിച്ച് തള്ളിവിട്ടു. അനുമോളിനാണെങ്കിലോ അനുമോൾ എങ്ങനെ ഇത് പ്രൂഫ് ചെയ്ത് കാണിക്കണം എന്നുള്ളൊരു വാശി അനുമോൾക്ക്. അതവിടെ ഭയങ്കര ആർഗ്യുമെന്റായി. അതിൽ നെവിൻ ചേർന്നിട്ട് എന്താ അറിയോ പറയുന്നത്, ഈ ഇങ്ങനെയൊരു ഇഷ്യൂ ആയതിന് ഒന്നിൽ അനുമോളെ പുറത്താക്കണം, അല്ലെങ്കിൽ നെവിൻ പുറത്തു പോകുമത്ര. ഇതാണ് ഇപ്പൊ നെവിൻ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസ് നെവിനോട് ചോദിച്ചു, പുറത്തേക്ക് പോണ തീരുമാനം ഉറച്ചതാണോ എന്ന് ചോദിച്ചു. നെവിൻ അതെ, ഞാൻ എന്ത് തന്നെയാണെങ്കിലും ഞാൻ പുറത്തേക്ക് പോകും എന്ന് പറയുന്നു നെവിൻ. എല്ലാവരും നെവിനോട് പോയിട്ട് അഡ്വൈസ് ചെയ്യുന്നു, ഈ ഒരു തീരുമാനം എടുക്കരുത് എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ രേണുസുതി അവിടെ ഉള്ളതേ ആളുമില്ല, അഡ്രസ്സും ഉണ്ടാണല്ലോ ഇരിക്കുന്നത്. രേണുസുതി നെവിനോട് പോയി പറയുന്നു, പോകരുത്, ഇങ്ങനൊരു തീരുമാനം എടുക്കരുത് എന്ന്. അപ്പൊ ആര് പറഞ്ഞിട്ടും നെവിനൊന്നും അനുസരിക്കുന്നില്ല. ബിഗ് ബോസ് ഗേറ്റ് ഓപ്പൺ ചെയ്തു. നെവിൻ ആരും പോവില്ല എന്നാണ് പെട്ടെന്ന് വിചാരിച്ചത്, ചിലപ്പോൾ മാറുമെന്നാണ് വിചാരിച്ചത് തീരുമാനം. അത് അവിടെ നടന്നില്ല. നെവിൻ അവന്റെ പാട്ടിൽ പോയി. എല്ലാവരും കൂടി ചേർന്ന് അനുമോളോട് ഇട്ടിട്ട് അവന്റെ ജീവിതേ ഇല്ലാണ്ടാക്കി എന്നുള്ളൊരു രീതിക്ക് സംസാരിക്കുന്നു. ഇത്രത്തോളം അവിടെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്കത് തോന്നിയത്. ആദില നൂറ അവരുടെ കമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ട് നെവിൻ സംസാരിച്ചിരിക്കുന്നു. ഇതൊന്നും നമ്മൾക്കിത് കാണിച്ചിട്ടില്ല. നല്ല വിഷയങ്ങൾ മാത്രമേ നമുക്ക് ബിഗ് ബോസിൽ കാണിച്ചിട്ടുള്ളൂ. പിന്നെ അവിടെ സൺഫ്ലവർ ഓയിലിനെ കുറിച്ചിട്ടുള്ള ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ആ സൺഫ്ലവർ ഓയിലിന്റെ ടാസ്ക് നന്നായിട്ട് ചെയ്തു. അത് നന്നായിരുന്നു കേട്ടോ, കാണാനും നന്നായിരുന്നു. ഓണമല്ലേ, അതുകൊണ്ടാണ് ആ ഒരു ടാസ്ക് അവിടെ കൊടുത്തത്. പിന്നെ വന്നിട്ട് അനുമോളും ജിസേലിനെയും കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു. അവരോട് രണ്ടുപേരോടും ചോദിച്ചു, ഒരു ധാരണയിൽ എത്താൻ വേണ്ടി പറഞ്ഞു. മോഹൻലാൽ വന്നതിന് ശേഷം നമുക്ക് ഇതിനൊരു തീരുമാനം എടുക്കാമെന്നും പറഞ്ഞു. ഇതാണ് നമ്മുടെ ഇന്നലത്തെ ടാസ്ക്. എല്ലാവരും മറക്കാതെ ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും നാളെ കാണാം. ബൈ.